കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയെ കുരുക്കിലാക്കി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. ദിവ്യ യാത്രയപ്പ് യോഗത്തിനെത്തിയത് ആസൂത്രിതമായാണെന്നും ദൃശ്യം ചിത്രീകരിച്ചത് ദിവ്യയുടെ ആവശ്യപ്രകാരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല, ഏതെങ്കിലും ഒരു ഫയൽ വൈകിപ്പിച്ചതിന് തെളിവില്ല. ഇതെല്ലാം എന്തിനാണ് ഈ തരത്തിലേക്ക് ദിവ്യ പ്രവർത്തിച്ചത് എന്ന വലിയ ചോദ്യം ഉയർന്നു വരികയാണ്. ആസൂത്രിതമായി തന്നെ ഇതെല്ലാം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി എന്ന തരത്തിലേക്കാണോ ഈ വിവരങ്ങൾ സൂചന നൽകുന്നത്? ഉമേഷ്, തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് കൃത്യമായി. അതായത് അന്ന് നടന്ന ഒക്ടോബർ 13-ാം തീയതി ADM നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളൊന്നും യാദൃച്ഛികമല്ല, എല്ലാം കൃത്യമായി തിരക്കഥയുടെ ഭാഗമായി നടപ്പാക്കിയതാണ് എന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അത് ഇപ്രകാരമാണ്. അതായത് യാത്രയപ്പ് ചടങ്ങിൽ ദിവ്യയെ ക്ഷണിച്ചിരുന്നില്ല. പക്ഷേ ദിവ്യ കളക്ടറുടെ ഓഫീസിൽ വിളിച്ച് 4 തവണ അന്വേഷിച്ചു എപ്പോഴാണ് യാത്രയപ്പ് ചടങ്ങ്, എത്ര മണിക്ക് ആരംഭിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അതായത് 4 തവണ കൃത്യമായി വിളിച്ച് അന്വേഷിക്കുകയും ആ യാത്രയപ്പ് ചടങ്ങിന് വരാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ദിവ്യ ഇടയ്ക്കെല്ലാം പറഞ്ഞിരുന്നത് താൻ യാദൃശ്ചികമായി ആ ചടങ്ങിലേക്ക് എത്തുകയായിരുന്നു എന്നാണ്. അത് തെറ്റാണ് എന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നു. രണ്ടാമത്തെ കാര്യം, നവീൻ ബാബു ഈ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ്. അതിന് തെളിവില്ല എന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു. കാരണം ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട ഏതൊരു അസ്വാഭാവികതയും നടന്നിട്ടില്ല. ഫയൽ നീങ്ങുന്നതിന് ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ല എന്നും കണ്ടെത്തിയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഈ ചടങ്ങ് ചിത്രീകരിച്ചത് അത് മറ്റേതോ ചാനൽ വന്ന് ചിത്രീകരിച്ച് പുറത്തുവിട്ടതാണ് എന്നുള്ളതായിരുന്നു ദിവ്യയുടെ വാദം. അത് തെറ്റാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. അത് ഇപ്രകാരമാണ്. കണ്ണൂർ വിഷൻ എന്ന പ്രാദേശിക ലോക്കൽ ചാനലുമായി ദിവ്യ തന്നെയാണ് ബന്ധപ്പെടുന്നത്. ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നുണ്ട്, അത് ഷൂട്ട് ചെയ്യാൻ വരണമെന്ന് ഈ കണ്ണൂർ വിഷനോട് നിർദ്ദേശിക്കുകയും അതിൻ്റെ പ്രകാരം കണ്ണൂർ വിഷനിലെ ക്യാമറാമാനും റിപ്പോർട്ടറും അവിടെ എത്തി അത് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ ദിവ്യ തന്നെയാണ് ശേഖരിച്ചത് എന്നാണ് കണ്ണൂർ വിഷൻ ജീവനക്കാർ ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ട്. എന്തായാലും ഇത് ആസൂത്രിതമായി നടന്ന ഒരു സംഭവമാണ്. കൃത്യമായി അപമാനിക്കുക എന്ന പദ്ധതിയോട് കൂടി ആ ചടങ്ങിൽ എത്തുകയായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. വിശദമായി പോലീസ് അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. അനുജ, പി ദിവ്യയെ കുരുക്കിലാക്കുന്ന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഉമേഷ് ബാലകൃഷ്ണൻ നൽകിയത്.